بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ ആരംഭത്തിൽ നാം പ്രവേശിച്ചിട്ട് 4 ദിവസം ആയിരിക്കുകയാണ്. പരിശുദ്ധമായ ശഅബാനിൻ്റെ പവിത്രത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ശഅബാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനോമുഖരങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ ഉദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമലുകൾ അത് ഉയർത്തപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച മാസമാണ് ശഅബാൻ. എന്നാൽ ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസവുമാണ് ശഅബാൻ മാസം. അതുപോലെ ഈ ശഅബാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ റമദാനുകളിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ പിടിച്ചുവിട്ടേണ്ട മാസമാണ് ശഅബാൻ. മാത്രമല്ല, റമദാനിലേക്ക് ഒരുങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാനുള്ള മാസവും കൂടിയാണ് പരിശുദ്ധമായ ശഅബാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കും. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇമാം അഹ്മദ് നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ശഅബാൻ മാസത്തിൽ തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റ് മാസങ്ങളിൽ തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, തങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ, കാരണം എന്താണ്? ഫർളായ റമദാൻ മാസത്തിലെ നോമ്പല്ല, സുന്നത്ത് നോമ്പുകൾ ശഅബാൻ മാസത്തിൽ തങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ അനുഷ്ഠിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാരണം, ദാലിക ശഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ, ജനങ്ങൾ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ അശ്രദ്ധമാകുന്ന മാസമാണ് ശഅബാൻ. ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ. റജബ് അതിൻ്റെ മഹത്വം കേൾക്കുമ്പോൾ അമലുകളിലേക്ക് മുന്നിടും. റമദാൻ ആ റമദാനിലും അമലുകളുമായി കഴിഞ്ഞുകൂടും. ഇതിനിടയിൽ ശഅബാൻ വിസ്മരിക്കപ്പെടുന്ന മാസമാണ്. മാത്രമല്ല, വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിന്റെ അടുക്കിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ശഅബാൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ റബ്ബിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ശഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ അധികമായിട്ട് നോമ്പനുഷ്ഠിക്കാൻ കാരണമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഈ റമദാനല്ലാത്ത ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ നോമ്പുകൾ അധികരിപ്പിച്ചിട്ടുള്ള ഹിക്മത്ത് ഒന്ന് പറഞ്ഞു, ഗഫലത്തുൻ നാസി അൻഹു, ജനങ്ങൾ അതിനെ തൊട്ട്, ഈ മാസത്തെ തൊട്ട് അശ്രദ്ധമാവുകയാണ്. റജബിന്റെയും ശഅബാന്റെ ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്നു. അതൊരു കാരണമാണ്. ശഅബാൻ അവഗണിക്കപ്പെടാൻ പാടില്ല എന്നൊരു കാരണം. അശ്രദ്ധമായി അവഗണിച്ച് ആ ശഅബാനിനെ വിസ്മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല.
രണ്ടാമതായിട്ട് അമലുകൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അമലുകളുടെ രേഖ, അതിൻ്റെ റിപ്പോർട്ട് അള്ളാഹുവിന് സമർപ്പിക്കപ്പെടുന്ന മാസമാണ് ഷഅബാൻ. ഹദീസിന് നേരത്തെ സൂചിപ്പിച്ചതും മറ്റു പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ എന്ന് പറഞ്ഞു. 3 ഘട്ടങ്ങളിലായിട്ട് 3 അവസരത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും, എല്ലാ തിങ്കളാഴ്ച ദിവസവും അൽഅമാലു തുഅറദു കുല്ല ഇത്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ അള്ളാഹിന്റെ അടുക്കൽ വെളിവാക്കപ്പെടും, പ്രത്യക്ഷപ്പെടുത്തപ്പെടും. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫയഗ്ഫിറു ലികുല്ലി മുസ്ലിമിൻ, അങ്ങനെ എല്ലാ മുസ്ലിമിനും പൊറുക്കപ്പെടും. അപ്പം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അമലുകൾ പ്രത്യക്ഷപ്പെടുത്തും, വെളിവാക്കപ്പെടും അള്ളാഹിന്റെ അടുക്കൽ, അഥവാ അമലുകൾ ഉയർത്തപ്പെടും. ഇതെല്ലാ ആഴ്ചയിൽ തിങ്കളും വ്യാഴവും, എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ, രാത്രിയിലുള്ള മലക്കുകളും പകലുള്ള മലക്കുകളും പുറകെയായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് അവർ വരും. വയജ്തമിഉന ഫീ സ്വലാത്തി സുബ്ഹി വ സ്വലാത്തിൽ അസ്രി, ഈ 2 കൂട്ടർ മലക്കുകളും, രാത്രിയിലുള്ള മലക്കുകളും പകലിലുള്ള മലക്കുകൾ വരുന്ന മലക്കുകളും സുബ്ഹി നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലും ഒരുമിച്ച് കൂടും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസ് സുദീർഘമാണ്. അപ്പം വൈകുന്നേരം അസറിന്റെ സമയത്ത് ഇവിടെ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം മലക്കുകൾ അവിടെ ഉണ്ട്, രാവിലെ വന്ന മലക്കുകൾ. ആ സമയത്താണ് വൈകുന്നേരത്തെ മലക്കുകൾ, രാത്രിയുള്ള മലക്കുകൾ വരുന്നത്. അവർ അസർ നമസ്കാരത്തിനും സാക്ഷിയാണ്. അവർ സുബഹി നമസ്കാരം വരെ ഇവിടെ കാണും. ഈ സമയത്ത് പകലുണ്ടായിരുന്ന സുബഹിക്ക് വരുന്ന മലക്കുകൾ അസറിന്റെ സമയത്ത് പോവുകയാണ്. അപ്പൊ സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും 2 കൂട്ടർ മലക്കുകളും ഒരുമിച്ച് കൂടുന്ന സമയമാണ്. അവര് റബ്ബിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ, എൻ്റെ അബുദുകളെ നിങ്ങൾ എങ്ങനെയാണ്, അബുദുകളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾ എന്താണ് കണ്ടത്? ഞങ്ങൾ പോയപ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നു, ഞങ്ങൾ വരുമ്പോഴും അവർ നിസ്കാരത്തിലാണ്. നമ്മുടെ അമലുകൾ ദിനേന അള്ളാഹിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുത്തുന്ന, വെളിപ്പെടുത്തി കൊടുക്കപ്പെടുന്ന, ഉയർത്തപ്പെടുന്ന അവസ്ഥ. ആഴ്ചയിൽ 2 ദിവസം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും, വർഷത്തിൽ വാർഷികമായിട്ട് ഷഅബാൻ മാസത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുമെന്ന് മഹാനീയ പ്രവാചകന്റെ ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഷഅബാനിൽ നോമ്പിന് 3 കാരണങ്ങളിൽ, ഒന്ന് ഷഅബാൻ അവഗണിക്കപ്പെടാൻ പാടില്ല, മറ്റൊന്ന് അമലുകൾ അള്ളാഹിന് സമർപ്പിക്കപ്പെടുന്ന മാസമാണ്, വാർഷികമായ മാസമാണ്, മൂന്നാമതായിട്ട് റമദാനിന് മുമ്പേ നോമ്പിനുള്ള പരിശീലനം ആണ് ഷഅബാൻ മാസത്തിൽ. റമദാനിന് മുമ്പേ തന്നെ പരിശീലനം ഉണ്ടാകണം. ഇതാണ് ഷഅബാനിൽ നോമ്പ് അധികരിപ്പിക്കാനുള്ള കാരണം. ഇവിടെ പരിശീലനം എന്ന് പറയുമ്പോൾ മഹാന ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, അന്ന സിയാമഹു കതംദീനി അലാ സിയാമി റമദാൻ, ഷഅബാനിലെ നോമ്പ് റമദാനിലുള്ള നോമ്പിന് പരിശീലനമാണ്, ഒരു പരിശീലനം പോലെയാണ്. എന്തിനാ? ലിഅല്ലാ യദ്ഖുല ഫീ സൗമി റമദാന അലാ മശഖത്തിൻ വ കുൽഫത്തിൻ, പ്രയാസം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ റമദാൻ മാസത്തിലെ നോമ്പിൽ പ്രവേശിക്കാൻ വേണ്ടി ഷഅബാനിൽ നോമ്പ് പിടിച്ചാൽ അത് റമദാനിന് ഒരു പരിശീലനമാകും, റമദാനിലെ നോമ്പ് പിടിക്കാൻ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ മഹാനായ അംർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇദാ ദഖല ഷഅബാനു, ഷഅബാൻ മാസം ആയിക്കഴിഞ്ഞാൽ അഗലഖ തിജാറത്തുഹു, തന്റെ കച്ചവട സ്ഥാപനം അടച്ചു. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് വേണ്ടി സമയം മാറ്റിവെക്കും, അതിനുവേണ്ടി സമയം കണ്ടെത്തി ഖുർആൻ പാരായണത്തിൽ മുഴുകും. എന്നിട്ട് അദ്ദേഹം പറയും, തൂബാലി മൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ, റമദാനിന് മുമ്പ് മനസ്സിനെ നന്നാക്കിയ വ്യക്തികൾക്ക് സർവ്വമംഗളാശംസകളും. അപ്പോൾ ഖുർആനിന്റെ മാസമാണ്. വേറെ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും, ഷഹറു ഷഅബാൻ ഷഹറുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് ഷഅബാൻ മാസം. പരിശുദ്ധമായ റമദാനിലേതുപോലെ നോമ്പും ഖുർആൻ പാരായണവും എല്ലാം അധികരിപ്പിക്കേണ്ട മാസമാണ് ഷഅബാൻ. ദിക്റുകൾ അധികരിപ്പിക്കുക, ദുആകൾ അധികരിപ്പിക്കുക, സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കുക, മഹാനായ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇങ്ങനെ അതുപോലെ നോമ്പുകൾ ഖളാ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചു വിട്ടാൻ തയ്യാറാകണം. അതിനൊക്കെ ഉള്ള മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ മാസം.
അള്ളാഹു നമുക്ക് സൽക്കർമ്മങ്ങളെ കൊണ്ട് ഷഅബാനെ ധന്യമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടി അടുത്ത റമദാനിന് മുമ്പായിട്ട് ഖളാ വീട്ടി പൂർത്തീകരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്യുക. ഷഅബാൻ മാസത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ധാരാളമായി നോമ്പ് പിടിക്കുന്ന മാസമാണ് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ പതിവില്ലാത്ത ഒരാൾ ഫിഖഹിന്റെ കിതാബുകളിൽ കാണാം ഷഅബാൻ 15-ന് ശേഷം നോമ്പ് പിടിക്കൽ പാടില്ല. യഹ്റുമു സൗമു ബഅദ നിസ്ഫി ഷഅബാൻ, ഷഅബാൻ പകുതിക്ക് ശേഷം നോമ്പ് പിടിക്കൽ ഹറാമാണ്. മാലം യസ്ലുഹു ബിമാ ഖബലഹു, എന്നാൽ അതിനു മുമ്പ് നോമ്പ് പിടിച്ച് തുടർന്നിങ്ങനെ വരികയാണെങ്കിൽ ഹറാമില്ല. 15-ന് മുമ്പ് നോമ്പ് ഇങ്ങനെ പിടിച്ച് തുടർച്ചയായിട്ട് വരുന്നു, അപ്പോൾ 15-ന് ശേഷം നോമ്പ് പിടിക്കാം. 15-ന് മുമ്പ് നോമ്പ് പിടിക്കാതെ 15-ന് ശേഷം പകുതിക്ക് ശേഷം നോമ്പ് പിടിക്കൽ ഹറാമാണ്. ഔലം യുവാഫിഖ് ആദത്തു, അല്ലെങ്കിൽ തൻ്റെ ആദത്ത് പതിവ് എന്താണ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്ന ആളാണെന്നിരിക്കട്ടെ, സുന്നത്ത് നോമ്പാണല്ലോ, സുന്നത്താണല്ലോ ആ ദിവസം. ഇങ്ങനെ പതിവ് എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന പതിവാണ്. അപ്പോൾ അവർക്ക് ഈ ബാധകമല്ല, ഷഅബാൻ 15 ശേഷം പാടില്ല എന്നുള്ള നിയമം ബാധകമല്ല, അവർക്ക് നോമ്പ് പിടിക്കാം. ഔലം യകുൻ അൻ നദീൻ, അല്ലെങ്കിൽ നേർച്ച നേർന്ന നോമ്പാണ്, അത് 15 ശേഷം എന്ത് ചെയ്യുക, ആ നോമ്പ് പിടിച്ചു വിട്ടാൽ നിർബന്ധമാണല്ലോ. ഔ അല്ലെങ്കിൽ ഖളാ വീട്ടിയ ഖളാ ആയ നോമ്പുണ്ട്, ആ ഖളാ ആയ നോമ്പ് പിടിച്ചു വിട്ടാൽ 15-ന് ശേഷം, അത് സുന്നത്തായ നോമ്പ് ഖളാ ആയതാണെങ്കിലും ശരി, ഇത് ഫിഖഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായിട്ട് അമലുകളെ കൊണ്ട് ധന്യമാക്കി റമദാനിൽ നോമ്പനുഷ്ഠിക്കാനുള്ള ആ ഖുവ്വത്ത്, ആ ശാരീരികമായ ആരോഗ്യവും അതുപോലെ ഉണർവും എല്ലാം ഉണ്ടാകുവാൻ ഇതൊരു കാരണമായി തീരും. മഹത്തുക്കൾ മനസ്സിലാക്കി തരുന്നുണ്ട്. വജദ ബി സിയാമി ഷഅബാന ഖബ്ലഹു ഹലാവത സിയാമി വലദത്ത, ഷഅബാൻ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ എന്ത് ലഭിക്കും? റമദാനിന് മുമ്പ് ഷഅബാനിൽ നോമ്പ് പിടിച്ചാൽ ഹലാവത്ത സിയാം, നോമ്പിന്റെ മാധുര്യം ലഭിക്കും. വലദത്തുഹു, അതിന്റെ രസം, അതിന്റെ മാധുര്യം അത് ഷഅബാൻ നോമ്പ് പിടിച്ചാൽ ലഭിക്കും. അപ്പോൾ ഫയദ്ഖുൽ ഫീ സിയാമി റമദാന, അങ്ങനെ ഷഅബാനിൽ നോമ്പ് പിടിച്ച് നോമ്പിന്റെ മാധുര്യവും രസവുമെല്ലാം കരസ്ഥമാക്കി റമദാൻ നോമ്പിൽ പ്രവേശിക്കുമ്പോൾ ബിഖുവ്വത്തിൻ വനശാത്തിൻ, ആരോഗ്യത്തോടുകൂടെ ഉണർവോടുകൂടെ ഉന്മേഷത്തോടുകൂടെ റമദാനിൽ നോമ്പിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മനസ്സിലാക്കി തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഷഅബാനിൽ നോമ്പുകളെ, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച്, ഖുർആൻ പാരായണം അധികരിപ്പിച്ച്, സ്വലാത്തുകൾ അധികരിപ്പിച്ച്, ദിക്റുകളും ദുആകളും അധികരിപ്പിച്ച് റബ്ബിലേക്ക് അടുത്ത്, അങ്ങനെ റമദാനിന് ഉള്ള ഒരു മുന്നൊരുക്കമായി, റമദാനിലേക്കുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, അർഹമുർ റഹീമിനായ തമ്പുരാൻ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫാവ് കൊടുത്ത് മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് വേർപെട്ടവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ദിനരാത്രികൾ അവൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിച്ച് റമദാൻ വരെ ജീവിച്ചിരിക്കാനും റമദാനിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.